വിവാദങ്ങൾ സൃഷ്ടിച്ചവരാണ് വിവാദങ്ങളെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടേണ്ടത്. തുടക്കം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ്. വികസന കാര്യങ്ങളും വികസന സാധ്യതകളും അതുപോലെ തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായ ഒരു സംവാദം അർത്ഥപൂർണമാവുക അങ്ങനെയാണ് വികസിക്കേണ്ടത്. എന്നാൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നല്ലതുപോലെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ ഞങ്ങളെ അങ്ങനെ ബാധിച്ചിട്ടില്ല. ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ചത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, ഏതെങ്കിലും തരത്തിലുള്ള വിവാദ പ്രസ്താവനകളോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടേയില്ല. അപ്പോൾ വലിയ നേതാക്കന്മാരെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യപരമായ ഒരു വികസന സംവാദം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവാദമായിരിക്കും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വികസിച്ചാൽ നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി വേദിയിൽ തന്നെ പ്രതിപക്ഷം മലപ്പുറം ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു, കുത്തിപ്പോയിരുന്നു. അങ്ങനെ പറയണമെങ്കിൽ ഞാൻ കേട്ടില്ല. സമസ്തയുടെ പ്രോഗ്രാമിൽ മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രിയും മുത്തുക്കോയ തങ്ങളും പ്രതിപക്ഷമുള്ള പരിപാടിയായിരുന്നു. പ്രതിപക്ഷ മലപ്പുറത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു പോയിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ്, തെരഞ്ഞെടുപ്പ് ചർച്ചകളെ വഴിതെറ്റിച്ചു വിടാനും വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാനും ഉദ്ദേശിക്കുന്ന പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് നമ്മുടെ നാടിന് ഗുണമല്ല ചെയ്യുക. അത്തരത്തിലുള്ള നീക്കം നടത്തിയപ്പോഴാണ് പറയേണ്ടി വന്നത്. മലപ്പുറത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് തന്നെ എതിര് വർഗീയമായി തന്നെ എതിര് നിന്ന ഒരാരൊക്കെ വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ചരിത്രം അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ അത്തരം കാര്യങ്ങൾ വിടുകയും നിലവിലുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയൊക്കെയാണ് വേണ്ടത്. അത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് നാടിനും ജനങ്ങൾക്കും ഗുണമുണ്ടാവുക വികസന കാര്യങ്ങളും വികസന സാധ്യതകളും ജനങ്ങളുടെ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുമ്പോഴാണ്. അതിനെല്ലാവരും തയ്യാറാകുകയാണ് വേണ്ടത്. അതിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും വിവാദങ്ങളിൽ അഭയം തേടാൻ ശ്രമിക്കുക. അത് നമ്മുടെ നാടിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തണമെന്നൊരു ആവശ്യം സമസ്ത മുന്നോട്ട് വെച്ചിട്ടുണ്ട് സർക്കാരിന്. മദ്രസ പഠനത്തിന് സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് പറയുന്നത്. അതിനോട് എന്താണ്, അത് ഏത് രീതിയിലാണ് എടുക്കേണ്ടതെന്ന് തോന്നുന്നു? എനിക്കറിയില്ല. ഞാൻ ആവശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവില്ലല്ലോ. നിലവിൽ തന്നെ ഏതെങ്കിലും ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എല്ലാവർക്കും യോജിക്കുന്ന, ആർക്കും അങ്ങനെ കാര്യമായ പരാതികൾ ഇല്ലാത്ത വിധമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ എന്തെങ്കിലും ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ പ്രായോഗികത എന്താണെന്നൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടോ അഭിപ്രായമോ പറയാൻ പറ്റൂ.